നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ന അർത്ഥലോപാത് ന കാമ്യയ. സമ്പത്ത് ലഭിക്കാനുള്ള ലോഭം കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മത്തെ, ക്ഷത്രിയധർമ്മത്തെ വിടില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ഭൗതികമായ സുഖ സമൃദ്ധികൾ ഉണ്ടാകുമെന്നുള്ള വ്യാമോഹം കൊണ്ട് ഞാൻ ക്ഷത്രിയ ധർമ്മത്തെ ഉപേക്ഷിക്കില്ല. അങ്ങനെ ഞാൻ ക്ഷത്രിയധർമ്മത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഭീഷ്മൻ്റെ ഈ മറുപടി, അത് പരശുരാമനുള്ള മറുപടിയാണ്. പരശുരാമൻ ജന്മനാ ബ്രാഹ്മണനാണ്, ജമദഗ്നി മഹർഷിയുടെ മകൻ. അദ്ദേഹം കർമ്മം കൊണ്ടും ബ്രാഹ്മണനായിരുന്നു, തപസ്വിയായിരുന്നു. പക്ഷേ അദ്ദേഹം ആയുധമെടുത്തു. അത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. ആയുധമെടുക്കാനും യുദ്ധം ചെയ്യാനും പാടില്ല, എങ്കിൽ ബ്രാഹ്മണ്യം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ ധർമ്മത്തെ, ക്ഷത്രിയധർമ്മത്തെ വിടില്ല എന്ന് പറയുമ്പോൾ അതിൽ വ്യംഗ്യമായി കിടക്കുന്നത് പരശുരാമന് നേരെയുള്ള ഒരു ശക്തമായ ആക്രമണമാണ്. അങ്ങയുടെ ധർമ്മത്തെ വിട്ടു, അങ്ങ് ആയുധമെടുത്തു, അങ്ങ് ക്ഷത്രിയധർമ്മം സ്വീകരിച്ചു. ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മത്തെ വിടില്ല, അങ്ങയുടെ ധർമ്മത്തെ വിട്ടാലും എന്ന വ്യംഗ്യമായിരിക്കുന്ന അർത്ഥം. ഇങ്ങനെ ഞാൻ മറുപടി പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ക്രോധം വർദ്ധിച്ചു. നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന്. അദ്ദേഹം ക്രോധിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ന കരിഷ്യസി ചേതേതത് വാക്യം മേ നരപുങ്കവ. അല്ലയോ മനുഷ്യശ്രേഷ്ഠ, എൻ്റെ ഈ വാക്യത്തെ നീ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഹനിഷ്യാമി സഹാമാത്യം ത്വം അദ്യേതി പുനഃ പുനഃ. അദ്യ, ഇപ്പോൾ തന്നെ, അല്പം പോലും സമയം വൈകിക്കാതെ നിന്നെ ഞാൻ നിൻ്റെ അമാത്യന്മാരോടൊപ്പം, മന്ത്രിമാരോടൊപ്പം, നിൻ്റെ ഉപദേഷ്ടാക്കളോടൊപ്പം, നിൻ്റെ ബന്ധുജനങ്ങളോടൊപ്പം, ആരൊക്കെയാണോ പടക്കളത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്നത് അവരോടൊപ്പം ഞാൻ നിന്നെ കൊല്ലും എന്ന് ഉറപ്പായി അദ്ദേഹം പറഞ്ഞു. ഒരു തവണയല്ല, പുനഃ പുനഃ, വീണ്ടും വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ക്രോധത്തോടുകൂടി, ചുവന്നു തൊടുത്ത കണ്ണുകളോടുകൂടി, വിറയ്ക്കുന്ന മുഖത്തെ മാംസപേശികൾ കൂടി അദ്ദേഹം ഇങ്ങനെ എന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയായിരുന്നു ശിഷ്യൻ എന്നുള്ള നിലയിൽ. തമഹം ഗീർഭിരിഷ്ടാഭി പുനഃപുനരരിന്തമ. അരിന്തമ എന്നുള്ള ദുര്യോധനെ ഭീഷ്മൻ സംബോധന ചെയ്യുന്നതാണ്. ശത്രുക്കളെല്ലാം സംഹരിക്കുന്നവനെ ഭീഷ്മൻ ദുര്യോധനെ കേൾപ്പിക്കുന്നതാണല്ലോ ഈ അംബോപാഖ്യാനം. അല്ലയോ ദുര്യോധന മഹാരാജാവേ, ശത്രുക്കളെ സംഹരിക്കുന്ന ദുര്യോധന മഹാരാജാവേ, ക്രോധത്തോടു കൂടിയിട്ട് ജ്വലിച്ച് എൻ്റെ മുന്നിൽ പരശുരാമൻ നിൽക്കുമ്പോൾ ഗീർഭിരിഷ്ടാഭി, വളരെ മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിന് ശാന്തി ഉണ്ടാക്കാൻ വേണ്ടി, ആ മനസ്സിലെ ക്രോധത്തെ ദൂരീകരിക്കാൻ വേണ്ടി ആകർഷകമായ സ്തുതിപരമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് അയാചം ഭൃഗുശാർദൂലം, ഭൃഗുവംശത്തിൽ പിറന്ന സിംഹമായ അദ്ദേഹത്തോട് ഞാൻ യാചിച്ചു. യാചിക്കുന്ന പ്രകാരത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ സമീപിച്ചത്. ഭൃഗുവംശത്തിൽ പിറന്ന ആളുകൾ കോപത്തിന് എളുപ്പത്തിൽ വശംവദരായി തീരും എന്ന് പരശുരാമൻ്റെ ജീവിതം തന്നെ കാണിക്കുന്നു. ഭൃഗു മഹർഷി പോലും അത് കാണിച്ചിട്ടുണ്ട്.
ഈ ലോകത്തിലുള്ള ദേവന്മാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ശാന്തപ്രകൃതി ആരാണ് എന്ന് അന്വേഷിച്ച് ഇറങ്ങിയ ആളാണ് ഭൃഗു. എല്ലാ ദേവന്മാരുടെ മുന്നിലും പോയി. അവരെല്ലാം ഭൃഗുമഹർഷി യഥായോഗ്യം സ്വീകരിച്ച് സൽക്കരിച്ചു. അവരുടെ എല്ലാം മനസ്സിൻ്റെ ശാന്തതയെ ഭൃഗുമഹർഷി അളന്നു, മനസ്സിലാക്കി. വൈകുണ്ഠത്ത് ചെന്നു, പാലാഴിയിൽ ചെന്നു. ഭഗവാൻ യോഗനിദ്രയിലാണ്. താൻ വന്നു എന്നറിഞ്ഞിട്ടും ഒരുപക്ഷെ അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അതിനുപോലും തയ്യാറാകാതെ യോഗനിദ്രയിലാണ്. അപ്പോൾ അതിഥി ദേവോഭവ എന്നാണ്. തന്നെ സ്വീകരിക്കാതെ യോഗനിദ്രയിൽ കുടികൊള്ളുന്ന ആ ഭഗവാന്റെ അവസ്ഥ കണ്ടിട്ട് ഒരു ചാട്ടത്തിന് ഭഗവാന്റെ മാറത്ത് തൊഴിച്ചയാളാണ് ഭൃഗു. ഭഗവാൻ ഉണർന്ന് ഭൃഗുവിനോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ പാദത്തിൽ വേദനയുണ്ടായോ എന്ന്. ഭൃഗുവിൻ്റെ ആ കാല് ഭഗവാന്റെ മാറത്ത് പതിഞ്ഞു. ഭഗവാൻ തൻ്റെ ആഭരണമായിട്ട് അതെന്നും കൊണ്ട് നടക്കുന്നു. അതാണ് ശ്രീവത്സം. ഇങ്ങനെ ആ വംശം അവർക്ക് എതിരെ ഏതെങ്കിലും പ്രകാരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ മതി, പ്രതികരിക്കും. അന്ന് ഭൃഗു മനസ്സിലാക്കി ഏറ്റവും ശാന്തനായിട്ടുള്ള ദേവൻ അത് മഹാവിഷ്ണുവാണ് എന്ന്. യോഗനിദ്രയിൽ കിടക്കുന്ന അദ്ദേഹത്തെ താൻ മാറിൽ തൊഴിച്ചിട്ട് പോലും അദ്ദേഹത്തിന് കോപമുണ്ടായില്ലല്ലോ. അതാണ് ഭൃഗശാർദൂല. ഈ വംശത്തിൽ പിറന്ന സിംഹമായിട്ടുള്ള അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്നിൽ പ്രസാദിക്കണം. അങ്ങ് എന്നോട് വളരെയേറെ കാരുണ്യമുള്ളവനായിത്തീരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിച്ചു. ഒരു തവണയല്ല, അനേകം തവണ ഞാൻ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അബ്രുവം കാരണം കിം തത് യത്വം യുദ്ധം മയേച്ഛസി. അല്ലയോ മഹാത്മാവേ, അങ്ങ് എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു നിൽക്കുന്നു. അങ്ങ് പറഞ്ഞത് എന്താണ്? കൊല്ലും എന്നാണ്. യുദ്ധം ചെയ്യാൻ അങ്ങ് തയ്യാറായി നിൽക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അതിന് തക്കവണ്ണമുള്ളതായ അപകാരമൊന്നും ഞാൻ അങ്ങയോട് പ്രവർത്തിച്ചിട്ടില്ലല്ലോ. ഞാനും അങ്ങയും തമ്മിലുള്ളതായ ബന്ധം വളരെ പവിത്രമല്ലേ? ഈശ്വസ്ത്രം മമ ബാലസ്യ ഭവതൈവ ചതുർവിധം ഉപദിഷ്ടം മഹാബാഹോ. മഹാബാഹുവായ അല്ലയോ ഗുരുനാഥ, ഞാനൊരു ബാലനായിരുന്ന അവസരത്തിൽ അങ്ങയുടെ അടുത്ത് ആയുധവിദ്യ പഠിക്കാൻ വന്നു. അങ്ങ് വളരെ കാരുണ്യത്തോടു കൂടിയിട്ട് എല്ലാ രീതിയിലുമുള്ള 4 പ്രകാരത്തിലുമുള്ളതായ ആയുധങ്ങളും അതിൻ്റെ പ്രയോഗവിധികളും അതിൻ്റെ ഉപസംഹാരവും ഒക്കെ അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെ ശിഷ്യോസ്മി, ഞാൻ അങ്ങയ്ക്ക് ശിഷ്യനാണ്. അല്ലയോ മഹാത്മാവേ, ഈ ശിഷ്യനോട് അങ്ങ് കാരുണ്യം കാണിക്കണം. അങ്ങ് ഈ ക്രോധത്തെ ഉപസംഹരിക്കണം. ഇത് കേട്ടപ്പോഴേക്കും രാമൻ്റെ ക്രോധം ശമിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ അതുണ്ടായില്ല. തതോ മാം അബ്രവീത് രാമ ക്രോധ സംരക്തലോചന. ക്രോധം കൊണ്ട് ചുവന്നു തൊടുത്ത കണ്ണുകളോട് കൂടിയിട്ട് ഭാർഗവരാമൻ എന്നോട് ചോദിച്ചു, ജാനീഷേ മാം ഗുരും ഭീഷ്മ ഗൃഹാസി മാം ന ചൈവഹ. അല്ലയോ ഭീഷ്മ, ഞാൻ നിൻ്റെ ഗുരുവാണ് എന്നുള്ളത് നീ ഓർമ്മിക്കുന്നു, നീ അത് ചിന്തിക്കുന്നു, നീ അംഗീകരിക്കുന്നു, നീ അത് വീണ്ടും വീണ്ടും പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് പോലും, ഞാൻ ഉപദേശിച്ചിട്ട് പോലും ഈ നിൽക്കുന്ന പെൺകുട്ടിയെ നീ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ശിഷ്യനാണ് എന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ വാക്ക് ലംഘിച്ച് നടക്കാൻ പാടില്ല എന്നർത്ഥം. ഗുരുവിൻ്റെ വാക്ക് അനുസരിക്കുന്നവനാണ് ശിഷ്യൻ. പക്ഷേ നീ എന്തുകൊണ്ടാണ് എൻ്റെ വാക്കനുസരിക്കാത്തത്? എന്നെ ഗുരുവെന്ന് പറഞ്ഞ് ആദരിക്കുമ്പോഴും. കാശിരാജാവിൻ്റെ മകളാണ് ഇവൾ. അവളെ നീ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് നിനക്ക് സംഭവിക്കുമെന്നറിയുമോ? നഹിതേ വിദ്യതേ ശാന്തി.
അന്യഥാ കുരുനന്ദന, കാശിരാജപുത്രിയായിരിക്കുന്ന അംബയെ ഞാൻ പറയുന്നതനുസരിച്ച് നീ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ശാന്തിയുണ്ടാവില്ല. നിന്റെ സകല വിജയങ്ങളെയും നിന്റെ സകല പരാക്രമത്തെയും ഞാൻ ഇവിടെ ഈ നിമിഷം വച്ചിട്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് അല്ലയോ ഭീഷ്മ, നിന്റെ വംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാബാഹുവായ ഭീഷ്മ, നീ ഈ പെൺകുട്ടിയെ സ്വീകരിച്ചാലും എന്ന് അദ്ദേഹം വീണ്ടും എന്നോട് നിർബന്ധമായി പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ തൊഴുകയോടുകൂടി അദ്ദേഹത്തെ ഇങ്ങനെ ഉണർത്തിച്ചു: ഗുരുത്വം ത്വയി സംപ്രേക്ഷ്യ ജാമദഗ്നിയ പുരാതനം. അല്ലയോ ജമദഗ്നി മഹർഷിയുടെ പുത്രനായിരിക്കുന്ന രാമ, വർഷങ്ങൾ മുമ്പേയുള്ള സ്നേഹബന്ധമാണ് നമ്മളുടേത്. അങ്ങനെയുള്ളതായ ആ ഗുരുത്വം ഹൃദയത്തിൽ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ഇത്രയും നേരം സംസാരിച്ചതും ഇടപെട്ടതും. അങ്ങയുടെ വാക്കുകളെ ഞാൻ ലംഘിക്കുകയല്ല, പക്ഷേ എനിക്ക് എൻ്റെ ധർമ്മം പരിപാലിക്കേണ്ടതുണ്ട്. പ്രസാദയേ ത്വം ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയോട് ഇതാ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു, അങ്ങ് പ്രസന്നനാകാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തെക്തേഷാതു പുരാമയ, ഇവളെ ഞാൻ പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. എപ്പോഴാണോ എനിക്ക് ശാൽവനാണ് വേണ്ടത്, എനിക്ക് ശാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന് അവൾ പറഞ്ഞു, അന്ന് ഞാൻ അവളെ ഉപേക്ഷിച്ചു. എൻ്റെ അനുജന് പറ്റിയ പത്നിയല്ല അവൾ. ഞാൻ ശാൽവൻ്റെ കൊട്ടാരത്തിലേക്ക് യഥായോഗ്യം അയക്കുകയും ചെയ്തു. ഇനി വീണ്ടും സ്വീകരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് അല്ലയോ മഹാഗുരു അങ്ങ് അറിഞ്ഞുകൊള്ളുക. ന ഭയാത് വാസവസ്യാവി ധർമ്മം ജഹ്യാം മഹാവ്രത. ഇന്ദ്രൻ വന്നെന്നോട് പറഞ്ഞാൽ പോലും, ആ ഇന്ദ്രനെ ഭയന്നിട്ട് പോലും ഞാൻ എൻ്റെ ധർമ്മത്തെ ഉപേക്ഷിക്കുകയില്ല എന്ന് അല്ലയോ ഗുരു അങ്ങ് അറിഞ്ഞുകൊള്ളണം. അങ്ങക്ക് എന്താണോ ഇഷ്ടം അതങ്ങയ്ക്ക് പ്രവർത്തിക്കാം. പ്രസീതമാവ യദുവാദേ കാര്യം തത്കുരുമാചിരം. അങ്ങെന്നിൽ പ്രസാദിച്ചാലും കൊള്ളാം, അങ്ങ് എന്നോട് ക്രോധിച്ചാലും കൊള്ളാം, രണ്ടും എനിക്ക് ഒരുപോലെയാണ്. ഭീഷ്മൻ്റെ സ്വരം കർക്കശമായി മാറുകയാണ്. വളരെയേറെ പ്രാർത്ഥനകളോടെ ഗുരുവിനോട് അപേക്ഷിച്ചിട്ടും ഗുരു തൻ്റെ നിശ്ചയത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് വന്നപ്പോഴേക്കും ഭീഷ്മൻ പറഞ്ഞു, അങ്ങയ്ക്ക് വേണമെങ്കിൽ എന്നിൽ പ്രസാദിക്കാം, അനുഗ്രഹിക്കാം, ഇല്ലെങ്കിൽ അങ്ങയ്ക്ക് എന്നോട് ക്രോധിക്കാം. ക്രോധത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാം. കൊല്ലുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാം. ഒരു കാര്യമേ ഉള്ളൂ, കാലം വൈകിക്കണ്ട. ഇപ്പോൾ ഇവിടെ വച്ച് തന്നെ എന്താണോ അങ്ങ് എൻ്റെ നേരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് ചെയ്തുകൊള്ളൂ. ഞാൻ അങ്ങനെ അങ്ങയോട് പറഞ്ഞാൽ, അങ്ങ് മഹാഗുരുവാണ്, അങ്ങ് മഹാതപസ്വിയാണ്, അങ്ങ് ഈ ലോകത്തിൽ സമുന്നതനാണ്, യുദ്ധവിജയിയാണ്, ഇതൊക്കെയാണ്. അങ്ങനെയുള്ള അങ്ങയോട്, എൻ്റെ ഗുരുവാണ്, അങ്ങയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് അധർമ്മമാകുമോ എന്ന് അങ്ങ് വിചാരിക്കേണ്ട. അധർമ്മമാവില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് ധർമ്മം തന്നെയായിത്തീരും. ഇക്കാര്യത്തിൽ ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ അറിവുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അയഞ്ചാവി വിശുദ്ധാത്മൻ പുരാണേ ശ്രൂയതേ വിഭോ. വിശുദ്ധാത്മാവായിരിക്കുന്ന അല്ലയോ മഹാഗുരു, പുരാണങ്ങളിൽ ഇങ്ങനെ വളരെ വ്യക്തമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങയ്ക്കും നല്ലവണ്ണം അറിയുന്ന കാര്യമാണല്ലോ. ഇത് പറഞ്ഞിരിക്കുന്നത് മരുത്തേന മഹാബുദ്ധേ ഗീത ശ്ലോകോ മഹാത്മന. മഹാത്മാവായിരിക്കുന്ന മരുത്തൻ എന്നു പേരായ ആ രാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ആ വാക്യം പുരാണങ്ങളിൽ പ്രസിദ്ധമാണ്. മരുത്തൻ പറഞ്ഞത് എന്തെന്നറിയോ? ഗുരോരവി
അവലിപ്തസ്യ കാര്യാകാര്യമജാനതഃ ഉത്പഥം പ്രതിപന്നസ്യ പരിത്യാഗോ വിധീയതേ. ഗുരുവായിരുന്നാൽ പോലും അദ്ദേഹം അവലേപം കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അഹങ്കരിക്കാൻ ഗുരുവിന് അധികാരമില്ല. ഗുരുവായിരുന്നാൽ പോലും അഹങ്കാരം കൊണ്ട് കാര്യാകാര്യമജാനത, ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന വകതിരിവില്ലാതെ, വേർതിരിച്ചറിവില്ലാതെ, ഉത്പഥം പ്രതിപന്നസ്യ, തെറ്റായ മാർഗത്തിലൂടി പ്രവർത്തിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഗുരുവിനെ ഉപേക്ഷിക്കണം. പരിത്യാഗോ വിധീയതേ, ആ ഗുരുവിനെ ഉപേക്ഷിക്കുക തന്നെ വേണം എന്ന് മരുത്വൻ പറഞ്ഞിട്ടുണ്ട്. അത് പുരാണങ്ങളിലുണ്ട്. അത് അങ്ങയ്ക്കും അറിയുന്ന കാര്യമാണ്. അങ്ങ് എൻ്റെ ഗുരുവാണ്, എനിക്കേറെ ആരാധനീയനാണ്. പക്ഷേ അരുതാത്തത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയെ ഞാൻ ഉപേക്ഷിക്കും. അങ്ങയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യണമോ? എന്നോട് യുദ്ധം ചെയ്യാം. അങ്ങയ്ക്ക് യുദ്ധവിരുന്ന് നൽകാൻ ഈ ഭീഷ്മൻ തയ്യാറ് തന്നെയാണ്.